മധ്യപ്രദേശിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ബി.ജെ.പി. നേതാവുമായ ഇന്ദർ സിംഗ് പർമാർ നടത്തിയ ഒരു വിവാദ പ്രസ്താവനയെക്കുറിച്ചുള്ള വാർത്ത ദേശീയ മാധ്യമങ്ങളിൽ വന്നിരുന്നു. ഇന്ത്യയുടെ സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ്ക്കെതിരെയാണ് ബി.ജെ.പി. നേതാവിൻ്റെ വിദ്വേഷ പ്രസംഗം. പ്രധാനമായും 4 കാര്യങ്ങൾ ഈ പ്രസംഗത്തിനകത്തുണ്ട്. 1. രാജാറാം മോഹൻ റോയ് ഒരു ബ്രിട്ടീഷ് ഏജൻ്റായിരുന്നു. 2. ഇന്ത്യൻ സമൂഹത്തെ ജാതിയുടെ പേരിൽ ഭിന്നിപ്പിക്കാൻ അദ്ദേഹം പ്രവർത്തിച്ചു. 3. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചു, അതിലൂടെ ഹിന്ദുമതത്തിനെതിരായി പ്രവർത്തിച്ചു. 4. അക്കാലത്ത് നടന്ന കൂട്ട മതപരിവർത്തനങ്ങൾക്ക് അദ്ദേഹം കൂട്ടുനിന്നു. ഭാരതത്തിലെ എല്ലാ കാലത്തെയും മികച്ച നവോത്ഥാന നായകനെ ബ്രിട്ടീഷ് ഏജന്റ് എന്ന് വിളിച്ചാൽ അത് ചരിത്രത്തോടുള്ള ഒരു കൊടും ക്രൂരതയാണ്. ഈ 21-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ് ആധുനിക ഇന്ത്യയുടെ പിതാവിനെ ബ്രിട്ടീഷ് ഏജന്റ് എന്ന് വിളിച്ച് അപമാനിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സമൂഹത്തെ ജാതിയുടെ പേരിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞതിന് പിന്നിൽ അദ്ദേഹം സതി നിരോധനത്തിനായി പ്രവർത്തിച്ചതും വിഗ്രഹാരാധന ഉൾപ്പെടെയുള്ള ഹിന്ദുമതത്തിലെ തിന്മകളെ എതിർത്തതുമാണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചു എന്ന ആരോപണം സത്യമാണ്. വിദ്യാഭ്യാസ രംഗത്ത് അതുല്യമായ സംഭാവനകളാണ് രാജാറാം മോഹൻ റോയ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹത്തെ ആധുനിക ഇന്ത്യയുടെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്നതും. ഇനി കൂട്ടം മതപരിവർത്തനത്തിന് കൂട്ടുനിന്നു എന്ന ആരോപണത്തെക്കുറിച്ചാണെങ്കിൽ അത് 100% തെറ്റാണ്. മിഷണറിമാരുമായി സതി പോലെയുള്ള വിഷയങ്ങളിൽ അദ്ദേഹം സഹകരിച്ചിരുന്നെങ്കിലും അടിസ്ഥാനപരമായി അദ്ദേഹം ഹിന്ദുമത നവീകരണത്തിന് വേണ്ടി ശ്രമിച്ച വ്യക്തിയാണ്. മാത്രവുമല്ല, അക്കാലത്ത് ബംഗാളിൽ കൂട്ട മതപരിവർത്തനങ്ങൾ ഒന്നും നടന്നിരുന്നില്ലെന്നുള്ളതാണ് ചരിത്ര വസ്തുത. വില്യം കേരിയെ പോലെയുള്ള മിഷണറിമാർ കൂട്ട മതപരിവർത്തനം നടത്തിയിരുന്നെങ്കിൽ ഇന്ന് കൽക്കട്ടയുടെയും ബംഗാളിൻ്റെയും അവസ്ഥ മറ്റൊന്നാകുമായിരുന്നു. ഇന്നും 1% താഴെ മാത്രമാണ് ബംഗാളിലെ ക്രൈസ്തവരുടെ അംഗസംഖ്യ എന്നുകൂടെ മനസ്സിലാക്കുമ്പോൾ എത്രമാത്രം ചരിത്രവിരുദ്ധമാണ് ഈ പർമാറിൻ്റെ പ്രസ്താവനയെന്ന് മനസ്സിലാക്കാം. സത്യം ഇതൊക്കെ ആയിരിക്കെ രാജാറാം മോഹൻ റോയ് എന്ന ഇന്ത്യ മുഴുവൻ ആദരിക്കുന്ന മഹാനായ മനുഷ്യനെ അവഹേളിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നൊന്ന് പരിശോധിക്കണം. തങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവരോ തങ്ങളുടെ തീവ്ര ഹിന്ദു നിലപാടുകളോട് ആശയപരമായി എതിർക്കുന്നവരോ ആയ ദേശീയ വ്യക്തിത്വങ്ങളെ അവഹേളിക്കുക എന്നത് സംഘപരിവാരത്തിൻ്റെ ഒരു പൊതുരീതിയാണ്. എന്നാൽ സർദാർ വല്ലഭായ് പട്ടേലിനെ പോലെയുള്ളവരെ സ്വന്തമാക്കി അഭിമാനിക്കാനും അവർക്ക് ഒരു മടിയുമില്ല. അതേസമയം നെഹ്റുവിനെ പോലെയുള്ളവരെ നിരന്തരം അവർ അവഹേളിച്ചുകൊണ്ടേയിരിക്കും. അടുത്ത ഇര രാജാറാം മോഹൻ റോയ് ആണെന്ന് മാത്രമേ ഉള്ളൂ. രാജാറാം മോഹൻ റോയിയെ ബ്രിട്ടീഷ് ഏജന്റ് എന്ന് വിളിക്കുന്നത് സതി പോലുള്ള പ്രാകൃത ആചാരങ്ങൾക്കെതിരെ നടന്ന ഏറ്റവും വലിയ ധാർമ്മിക വിപ്ലവത്തെ തള്ളിപ്പറയുന്നതിന് തുല്യമാണെന്ന് മാത്രമല്ല, അത്തരം തിന്മകളെ മഹത്വവൽക്കരിക്കാനും സാധിക്കുമെങ്കിൽ മടക്കിക്കൊണ്ടുവരുവാനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായിരുന്നു സതി? ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ സ്വയമോ അല്ലെങ്കിൽ നിർബന്ധപൂർവമോ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിക്കുന്ന പ്രാകൃതമായ ഒരു ആചാരം. അത് സ്വമേധ ഉള്ള ഒരു ത്യാഗമൊന്നും ആയിരുന്നില്ല. മിക്കപ്പോഴും അത് നിർബന്ധിത കൊലപാതകമായിരുന്നു. ഈ സ്ത്രീകൾ രക്ഷപ്പെടാതിരിക്കാൻ ഈ വിധവകളായ ഈ യുവതികളെ മയക്കുമരുന്ന് നൽകി മയക്കിയ ശേഷം കയറുകൊണ്ട് ബന്ധിച്ചൊക്കെയാണ് ചിതയിലേക്ക് ഇട്ടിരുന്നത്. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരെ മുളവടികൾ കൊണ്ട് ചിതയിലേക്ക് അമർത്തിപ്പിടിക്കും. 1817 മാത്രം ബംഗാളിലെ ഗ്രാമങ്ങളിൽ 700ഓളം സ്ത്രീകൾ സതി അനുഷ്ഠിച്ചതായി ചരിത്രരേഖയുണ്ട്. ചിതയിൽ ചാടി മരിക്കാത്ത വിധവകളുടെ ഗതി ഇതിലും കഷ്ടമായിരുന്നു. അവർ ജീവിതകാലം മുഴുവൻ വെളുത്ത പരിവരുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് തങ്ങളെ തന്നെ അശുദ്ധയായി കണക്കാക്കി അകത്തളങ്ങളിൽ ജീവിക്കേണ്ടിയിരുന്നു. മറ്റൊരു വലിയ ദുരന്തം ഈ സതിയുടെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരു സാമ്പത്തിക ചൂഷണമായിരുന്നു എന്നുള്ളതാണ്. വിധവകളെ ഒഴിവാക്കിയാൽ അവരുടെ സമ്പത്ത് കുടുംബത്തിലെ മറ്റംഗങ്ങൾക്ക് വീതിച്ചെടുക്കാം, കൈക്കലാക്കാം. ഈ കിരാതമായ സാമൂഹിക തിന്മയ്ക്കെതിരെയാണ് രാജാറാം മോഹൻ റോയ് പ്രവർത്തിച്ചത്. അദ്ദേഹത്തെയാണ് ബ്രിട്ടീഷ് ഏജന്റ് എന്ന് ഇപ്പോൾ സംഘപരിവാരം വിളിക്കുന്നത്. ഈ തിന്മയ്ക്കെതിരെ ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തിയത് ബാപ്റ്റിസ്റ്റ് മിഷണറി ആയിരുന്ന വില്യം കേരിയാണ്. 1799 തൻ്റെ യാത്രയ്ക്കിടയിൽ ഒരു സതി അനുഷ്ഠാനത്തിന് അദ്ദേഹം സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. ശവം ദഹിപ്പിക്കുന്ന കുഴിയിലെ ആളിക്കത്തുന്ന തീയിലേക്ക് പ്രാർത്ഥനാ മന്ത്രങ്ങളുടെ അകമ്പടിയോടെ ഒരു യുവതിയെ കുറേ ആളുകൾ ചേർന്ന് തള്ളിയിടുന്ന കാഴ്ച അദ്ദേഹം കണ്ടു. അലറിക്കരഞ്ഞുകൊണ്ട് രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്ന ആ യുവതിയെ ജനക്കൂട്ടം നീണ്ട മുളങ്കമ്പുകൾ കൊണ്ട് കുത്തിച്ചേർത്ത് ഈ ചിതയിലേക്ക് പിടിക്കുന്നു.
ആ യുവതിയെ രക്ഷിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചെങ്കിലും അവരുടെ മതാചാരത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ് അവർ ഈ വിദേശിയെ ഒഴിവാക്കുകയായിരുന്നു. ഈ ഭീകരമായ കാഴ്ച കണ്ട വില്യം കേറി അന്നു മുതൽ തുടർന്നുള്ള 25 വർഷം ശക്തമായൊരു പോരാട്ടമാണ് ഇതിനെതിരെ നടത്തിയത്. വില്യം കേറിയും സഹപ്രവർത്തകരും വെറുതെ സതിക്കെതിരെ പ്രസംഗിച്ച് നടക്കുകയല്ല ചെയ്തത്. ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതോടൊപ്പം അവർ ആളുകളെ വിട്ട് കൊൽക്കത്തയുടെ 30 മൈൽ ചുറ്റളവിൽ നടന്ന സതിയനുഷ്ഠാനങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചു. വെറുതെ വൈകാരികമായി വിഷയം അവതരിപ്പിക്കുന്നതിന് പകരം കൃത്യമായ ഡാറ്റ വെച്ചുകൊണ്ട് സതി നിരോധനത്തിനായി ഗവൺമെൻറ്റിൻ്റെ മുൻപിൽ വാദിച്ചു. ഈ ഡാറ്റയാണ് സതി ഒരു മതപരമായ ആചാരമല്ല, മറിച്ച് കൊലപാതകമാണെന്ന് സ്ഥാപിക്കുവാൻ ബ്രിട്ടീഷ് ഗവർണറെ സഹായിച്ചത്. സത്യത്തിൽ നമുക്കൊരു പൊതുധാരണയുണ്ട്, ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കോളനിയാക്കി ഭരിക്കുകയും അവർ ഇന്ത്യയിൽ ക്രിസ്തുമതം പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന്. എന്നാൽ എന്താണ് യാഥാർത്ഥ്യം? ഈസ്റ്റ് ഇന്ത്യ കമ്പനി മിഷണറി പ്രവർത്തനങ്ങളെ പല സ്ഥലങ്ങളിലും വിലക്കിയിരുന്നു. കൽക്കട്ടയിൽ മിഷണറി പ്രവർത്തനം വിലക്കപ്പെട്ടതുകൊണ്ടാണ് വില്യം കേറിയും സഹപ്രവർത്തകരും ഡച്ച് കോളനിയായ സെറാംപൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കേണ്ടി വന്നത്. വില്യം കേറിയും സഹപ്രവർത്തകരും സമാചാർ ദർപ്പൺ പോലുള്ള പ്രസിദ്ധീകരണങ്ങളിലൂടെ സതിയുടെ ഭീകരത എന്താണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ലേഖനങ്ങൾ എഴുതി. വില്യം കേറി ഹൈന്ദവ ഗ്രന്ഥങ്ങൾ നന്നായി പഠിച്ചു. അതിലൊന്നും സതിക്ക് അംഗീകാരമില്ലെന്ന് തെളിയിക്കുന്ന ലേഖനങ്ങൾ അദ്ദേഹം എഴുതിക്കൊണ്ടേയിരുന്നു. കേവലം ഒരു വിദേശ ഇടപെടൽ എന്നതിലുപരി കൃത്യമായി വിവരശേഖരണത്തിലൂടെയും മതഗ്രന്ഥങ്ങളുടെ വിശകലനത്തിലൂടെയും നിയമനിർമ്മാണത്തിനുള്ള ഒരു വഴി ഒരുക്കിയതിൽ നിർണായകമായ ഒരു പങ്കാളിത്തമാണ് വില്യം കേറി വഹിച്ചത്. സത്യത്തിൽ ഇന്ത്യയിലെ സതി നിരോധനത്തിൻ്റെ ക്രെഡിറ്റ് മുഖ്യ പങ്കിൽ ലഭിക്കേണ്ടിയിരുന്നത് വില്യം കേറി എന്ന ക്രൈസ്തവ മിഷണറിക്കായിരുന്നു. എന്നാൽ ഇന്ത്യൻ ചരിത്രകാരന്മാർ അന്ധമായ ബ്രിട്ടീഷ് വിരോധവും മിഷണറി വിരോധവും ഒക്കെ മൂലം രാജാറാം മോഹൻ റോയ്ക്ക് മാത്രമായി ആ ക്രെഡിറ്റ് ചാർത്തി നൽകുകയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം കൂടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. സതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ രാജാറാം മോഹൻ റോയിയുടെ പങ്കിനെ ഒട്ടും അവഗണിക്കാനാവുകയില്ല. സ്ത്രീകളുടെയും നരകയാതന അവസാനിപ്പിക്കാൻ ഒരു ഇന്ത്യക്കാരൻ എഴുന്നേറ്റ് നിന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. എന്തുകൊണ്ടായിരിക്കാം രാജാറാം മോഹൻ റോയ് സതിക്കെതിരെ നിലപാടെടുത്തത്? അതിനൊരു കാരണമുണ്ട്. സ്വന്തം അർദ്ധ സഹോദരി സതിക്ക് ഇരയാകുന്നത് കണ്ടാണ് 1815 രാജാറാം മോഹൻ റോയ് സതിക്കെതിരെ പോരാട്ടം ആരംഭിച്ചത്. അതായത് രാജാറാം മോഹൻ റോയ് സതിക്കെതിരെ പോരാട്ടം ആരംഭിക്കുന്നതിന് 15 വർഷം മുമ്പ് വില്യം കേറി ആ പോരാട്ടം ആരംഭിച്ചിരുന്നു എന്നുള്ളതാണ് ചരിത്രം. റോയ് ഒരു ബ്രിട്ടീഷ് ഏജന്റ് ഒന്നും ആയിരുന്നില്ല. അദ്ദേഹം ഇന്ത്യയുടെ നവോത്ഥാന നേതാവായിരുന്നു. കൊളോണിയൽ ഭരണകൂടം പത്രസ്വാതന്ത്ര്യം നിഷേധിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തിയ വ്യക്തിയാണ് റോയ്. അങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാണ് ബ്രിട്ടീഷ് ഏജന്റ് എന്ന് വിളിക്കാൻ സാധിക്കുക? യാഥാസ്ഥിതിക ഹൈന്ദവരെ അവരുടെ സ്വന്തം മതഗ്രന്ഥങ്ങൾ ഉപയോഗിച്ച് നേരിടുക എന്നതായിരുന്നു രാജാറാം മോഹൻ റോയിയുടെ തന്ത്രം. അദ്ദേഹം ബ്രഹ്മസമാജം സ്ഥാപിച്ചു. വേദങ്ങളെയും ഉപനിഷത്തുകളെയും കുറിച്ച് ആഴത്തിൽ പഠിച്ച റോയ് ഹൈന്ദവ ഗ്രന്ഥങ്ങൾ സതി അനുഷ്ഠിക്കുവാൻ നിർബന്ധിക്കുന്നില്ല എന്ന് സ്ഥാപിച്ചു. അദ്ദേഹം സ്ഥാപിച്ച സംവാദ് കൗമുദി പോലെയുള്ള പത്രങ്ങളിലൂടെ അദ്ദേഹം ജനങ്ങളെ ബോധവൽക്കരിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. യാഥാസ്ഥികരുടെ കടുത്ത എതിർപ്പ് അദ്ദേഹം നേരിടേണ്ടി വരികയും ചെയ്തു. അന്ന് രാജ്യം ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ഭരണകൂടം ഹിന്ദുക്കളുടെ മതവികാരത്തെ ഭയന്ന് നിയമം കൊണ്ടുവരുവാൻ മടിച്ചു. ബ്രിട്ടീഷ് ഗവർണർ ജനറലായി ലോർഡ് വില്യം ബെൻറിംഗ് ഭരണത്തിലെത്തിയപ്പോൾ ശക്തമായ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് രാജാറാം മോഹൻ റോയിയാണ് മുന്നോട്ട് വന്നത്. ഇന്ത്യയുടെ ആഭ്യന്തര പിന്തുണയും ദൈക്ഷണികമായ നേതൃത്വവും നൽകി നിയമനിർമ്മാണത്തിന് അദ്ദേഹം ഒരു വഴിയൊരുക്കി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. റോയിയുടെ ആഭ്യന്തര പ്രക്ഷോഭത്തിന് സമാന്തരമായി തന്നെയാണ് നിയമനിർമ്മാണത്തിന് ആവശ്യമായ ബാഹ്യ സമ്മർദ്ദം ചെലുത്തിയത് ക്രിസ്തീയ മിഷണറിമാരായിരുന്നു, പ്രത്യേകിച്ച് വില്യം കേറിയായിരുന്നു. റോയിയുടെ തദ്ദേശീയമായ പിന്തുണയും കേരിയുടെ കൃത്യമായ കണക്കുകളും ലോക ശ്രദ്ധയും ഒത്തുചേർന്നപ്പോൾ അന്നത്തെ ഗവർണർ ജനറൽ ലോർഡ് വില്യം ബെൻറിംഗ് ചരിത്രപരമായ ഒരു ധീരമായ തീരുമാനമെടുത്തു. 1829 ഡിസംബർ 4 ബംഗാൾ സതി റെഗുലേഷൻ ആക്ട് പാസ്സായി. സതി ക്രിമിനൽ കുറ്റമായി പ്രഖ്യാപിക്കപ്പെട്ടു. ഈ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ അതിൻ്റെ ഔദ്യോഗിക വിജ്ഞാപനം ബംഗാളി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് പോലും വില്യം കേറിയായിരുന്നു. രാജാറാം മോഹൻ റോയ് എന്ന പ്രാദേശിക പരിഷ്കർത്താവിൻ്റെയും
ക്രിസ്തീയ മിഷണറിമാരുടെയും സംയുക്ത പരിശ്രമത്തിൻ്റെ വിജയമായിരുന്നു, അതിൻ്റെ പ്രതീക നിമിഷമായിരുന്നു അത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സതിക്കെതിരെ ഈ കൂട്ടായ പോരാട്ടം ഇല്ലായിരുന്നുവെങ്കിൽ എന്തു സംഭവിക്കുമായിരുന്നു? നിയമനിർമ്മാണം നടക്കാതെ പോയിരുന്നെങ്കിൽ സതി പോലുള്ള കിരാതമായ ആചാരങ്ങൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിന്നേനെ. നിയമപരമായ നിരോധനം ഉണ്ടായിട്ടും ഇന്ത്യൻ സമൂഹത്തിൽ, യാഥാസ്ഥിക സമൂഹത്തിൽ എത്രത്തോളം ആഴത്തിൽ ഇത്തരം ദുരാചാരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവാണ് നിയമമുണ്ടായി 150 വർഷത്തിന് ശേഷം 1987 പോലും രാജസ്ഥാനിൽ രൂപ് കൺവർ എന്ന യുവതി സതി അനുഷ്ഠിക്കേണ്ടി വന്ന സംഭവം. അതുകൊണ്ട് തന്നെ റോയിയുടെയും വില്ലങ്കേരിയുടെയും പോരാട്ടമില്ലായിരുന്നുവെങ്കിൽ സതിയുടെ പേരിൽ ആയിരക്കണക്കിന് നിരപരാധികളായ സ്ത്രീകൾ ജീവനോടെ എരിഞ്ഞടങ്ങുമായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്ത്യയുടെ സാമൂഹ്യ മനസാക്ഷിയെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നൊരു മഹാത്മാവാണ് രാജാറാം മോഹൻ റോയ്. അദ്ദേഹത്തെ ബ്രിട്ടീഷ് ഏജന്റ് എന്ന് വിളിച്ച് അപമാനിക്കുന്നത് സാമൂഹ്യ പുരോഗതിയെയും യുക്തിചിന്തയെയും തള്ളിപ്പറയുന്നതിന് തുല്യമാണ്. വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു മന്ത്രി ചരിത്രപരമായ വസ്തുതകളെ മനഃപൂർവ്വം വളച്ചൊടിച്ച് സാമൂഹ്യ തിന്മകളെ നീക്കം ചെയ്തവരുടെ പങ്കില്ലാതാക്കാൻ ശ്രമിക്കുന്നത് രാജ്യത്തിന് തന്നെ അപമാനകരമാണ്, നാണക്കേടാണ്.